നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ 4-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എക്സാം ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. എന്നത്തെയും പോലെ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ 2026 കേരള കാളിദാസ കേരള വർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഉത്തരം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രമുഖ ബിസിനസ് മാസികയായ മിഡിൽ ഈസ്റ്റ് ഓൺട്രപ്രണർ പുറത്തുവിട്ട പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? എം.എ. യൂസഫ് അലി. എം.എ. യൂസഫ് അലിയാണ് പ്രമുഖ ബിസിനസ് മാസികയായ മിഡിൽ ഈസ്റ്റ് ഓൺട്രപ്രണർ പുറത്തുവിട്ട പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ 1-ാം സ്ഥാനത്തെത്തിയത് അദ്ദേഹമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിമാനത്താവള മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിമാനത്താവള മാനേജ്മെന്റ് നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വായുശക്തി 2026 എന്ന വ്യോമസേന അഭ്യാസ പ്രകടനത്തിന്റെ വേദി പൊഖ്രാനാണ്. വായുശക്തി 2026 എന്ന വ്യോമസേന അഭ്യാസ പ്രകടനത്തിന്റെ വേദി പൊഖ്രാൻ. മറക്കല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് എന്താണ്? പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച കോടതി നമ്മുടെ കേരള ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പുതുതായി പ്രഖ്യാപിച്ച 7 അതിവേഗ പാതകളിൽ സർവീസ് നടത്തുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ പരമാവധി വേഗം അറിയാമോ നിങ്ങൾക്ക്? പരമാവധി വേഗം എത്രയാണ്? അത് മണിക്കൂറിൽ 350 കിലോമീറ്റർ ആണ്. അപ്പോൾ മണിക്കൂറിൽ 350 കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ പുതുതായി പ്രഖ്യാപിച്ച 7 അതിവേഗ പാതകളിൽ സർവീസ് നടത്തുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ പരമാവധി വേഗത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മറക്കല്ലേ, മധ്യപ്രദേശ് ആണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. 2026 രാജസ്ഥാനിലെ ഹനുമാൻ ഘട്ടിൽ നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? വനിതാ വിഭാഗം കിരീടം നേടിയത് നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ കേരളമാണ് 2026 രാജസ്ഥാനിലെ ഹനുമാൻ ഘട്ടിൽ നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യത്തെ സമർപ്പിത ഗ്ലാസ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടാ? ഫിറോസാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഗ്ലാസ് മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സുനബേദ വന്യജീവി സങ്കേതം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം തന്നെ പഠിച്ചു നോക്കണോ ഇത്. സുനബേദ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയിലാണ് സുനബേദ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പെണ്ണയ്യാർ. എന്താണ് പെണ്ണയ്യാർ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനം തമിഴ്നാടും കർണാടകയും. അപ്പോൾ പെണ്ണയ്യാർ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ
കേരള സവാരിയുടെ ഗുഡ് വിൽ അംബാസിഡർ? ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ് വിൽ അംബാസിഡർ സഞ്ജു സാംസൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ പൊട്ടിത്തെറിച്ച പീറ്റൻ ഡി ലാ ഫോർണൈസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ലാ റിയൂണിയൻ. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഇപ്പോഴേ പഠിക്കുക. ലാ റിയൂണിയൻ ആണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച പീറ്റൻ ഡി ലാ ഫോർണൈസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ലാ റിയൂണിയൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നാളെ അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് നമുക്ക് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ രഹസ്യം. നന്ദി.